സർസംഘചാലക് മോഹൻ ഭാഗവത് പറയുന്നു, അടുത്ത സർസംഘചാലക് ഒരു പക്ഷേ ബ്രാഹ്മണനായിരിക്കണമെന്നില്ല, അത് SC ST ആരുമാകാം എന്ന് പറയുന്നു. സംഘത്തിനകത്ത് ജാതിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. സംഘത്തിന് ജാതിയില്ല എന്നുള്ള ഒരു വാസ്തവമല്ലേ? അല്ല, അതിലൊരു സംശയമില്ല. കാരണം ഇപ്പോൾ RSSനെ സംബന്ധിച്ച്, സംഘത്തെ സംബന്ധിച്ച് സംഘത്തിൻ്റെ ഒരു ചുമതലയ്ക്കും ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. അപ്പോൾ സർസംഘചാലക് പറഞ്ഞ് വളരെ കറക്റ്റാണ്. ഇപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ടാവാം, പക്ഷേ ബ്രാഹ്മണൻ വേണം നിർബന്ധമൊന്നുമില്ല. ബ്രാഹ്മണനല്ലാത്തവരും ഒരു കാലത്ത് പറഞ്ഞിരുന്നത് നോർത്ത് ഇന്ത്യക്കാർ മാത്രമേ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് KC സുദർശൻജി പോലെ ആളുകളായത്. അപ്പോൾ അങ്ങനെ ആര് വേണമെങ്കിലും അവൻ്റെ താമസിക്കുന്ന സ്ഥലമോ നോർത്ത് ഇന്ത്യയോ സൗത്ത് ഇന്ത്യ വ്യത്യാസമില്ലാതെ. കാരണം ആദ്യകാലത്തെ ആക്ഷേപം RSS മധ്യഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്, എന്നുവെച്ചാൽ മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ഡോക്ടർ ജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് RSS സ്ഥാപിക്കുന്നത്. 923 വരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. 923 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്ന ആദ്യത്തെ ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്ന ഒരാളുടെ പേരാണ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. പിന്നെ നമുക്കറിയാം നിരവധി ആളുകൾ രാജിവെച്ചു. പിന്നെ മഹാത്മാഗാന്ധി രാജിവെച്ചു. 1934 സെപ്റ്റംബർ മാസം 27 മഹാത്മാഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചു. ആചാര്യ കൃപലാനി രാജിവെച്ചു. ജയപ്രകാശ് നാരായണൻ രാജിവെച്ചു. അങ്ങനെ നിരവധി ആളുകൾ കോൺഗ്രസിൻ്റെ നയപരിപാടികൾ വിയോജിച്ചുകൊണ്ട് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറാണ്. അപ്പോൾ അതിൻ്റെ കാരണം തന്നെ അദ്ദേഹം ഉള്ളത് ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഭാരതത്തിൻ്റെ ഹിന്ദു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ ഹിന്ദു എന്നുള്ള കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. അമ്പലത്തിൽ പോകുന്നത് മാത്രമൊന്നുമല്ല ഹിന്ദു, ക്ഷേത്രത്തിൽ പോകുന്നതിനും പോകാത്തവനും ഹിന്ദുവാണ്. ക്ഷേത്രവിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഹിന്ദുവാണ്. ഈ നാടിനെ സ്നേഹിക്കുന്നവൻ ആരാണെങ്കിലും അവരൊക്കെ ഹിന്ദുവാണ്. അവൻ ക്രിസ്ത്യാനിയാവാം, മുസ്ലിം ആവാം, അവൻ ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആയാലും കൊള്ളാം, അവരൊക്കെ തന്നെ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദു എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഉന്നമനത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ്. RSS ഉദ്ദേശിക്കുന്നത് അതാണ്. സംഘത്തിൻ്റെ ഉദ്ദേശം ഈ നാടിൻ്റെ മോചനമാണ് ഉദ്ദേശിക്കുന്നത്, ഈ നാടിൻ്റെ പുരോഗമനമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1935 വാർധയിൽ നടന്ന RSS ശിബിരത്തിലേക്ക് പ്രത്യേക ക്ഷണിതാവാകാതെ കണ്ട് തന്നെ ഗാന്ധിജി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗാന്ധിജി ആ സ്ഥലത്ത് വന്ന്, എന്നിട്ട് ഗാന്ധിജി അവരുടെ കൂടി ഇരുന്നു ശിബിരത്തിൽ. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? അപ്പോൾ അവരിഞ്ഞ് വിഭാഗം ഞങ്ങൾ നോക്കിയിട്ടില്ല, ഞങ്ങൾ ചില പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ ചില ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ ചില ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ മഹാത്മജി അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, ഇത് വാർത്തയിൽ നടന്ന സംഭവമാണ്, 1935 പറഞ്ഞതാണ്, ഉണ്ടായ സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ പ്രസ്ഥാനം സാധിക്കുമോ? കോൺഗ്രസ്സിൽ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്ഭുതത്തോടു കൂടിയിട്ട് മഹാത്മജി പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം കൂടി വരും. ആരാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് ഡോക്ടർ തിരക്കുന്ന സമയത്താണ്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞത് ഡോക്ടർ ഹെഡ്ഗേവാറാണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ഈ വാർത്താ സമ്മേളനം, വാർത്തയിലെ ശിബിരം സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി രണ്ടാമത് വീണ്ടും വാർത്തയിലേക്ക് എത്തുന്ന ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ അത് മഹാത്മാഗാന്ധി മാത്രമല്ല, നിരവധി പ്രമുഖന്മാരായിരിക്കുന്ന OV വിജയൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ OV വിജയൻ അതിനൊക്കെ കുറിപ്പുകൾ എഴുതിയിരിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ട്രെയിനിൽ യാത്രാമധ്യേ അദ്ദേഹം സംഘത്തിൻ്റെ പിൽക്കാലത്ത് ബൗദ്ധിപ്രമുഖായിരിക്കുന്ന രംഗഹരി എന്ന് പറയുന്ന ഹരിയേട്ടനെ കണ്ടിരുന്നു. അപ്പോൾ ഹരിയേട്ടനോട് ചോദിച്ചു, ഇങ്ങനെ RSS ഒരു വർഗീയ പ്രസ്ഥാനമല്ലേ? അപ്പോൾ ഹരിയേട്ടൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, RSS വർഗീയ പ്രസ്ഥാനമല്ല, RSSൽ ആർക്ക് വേണമെങ്കിലും വരാം, RSSൽ ക്രിസ്ത്യാനികൾക്ക് വരാം, RSSൽ മുസ്ലിങ്ങൾക്ക് വരാം, സമസ്ത ജാതി മതവിഭാഗങ്ങൾക്കും RSSൽ വരാം, ആരുടെയും ജാതിയോ മതമോ ഒന്നും അവിടെ തിരക്കുന്നില്ല എന്നാണ് ഹരിയേട്ടൻ പറഞ്ഞത്. അപ്പോൾ കുറിപ്പുകളിൽ ഇദ്ദേഹം എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള കൂടി ഹരിയേട്ടൻ സംഭാഷണ മധ്യേ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഹോട്ടലിൽ പോകുന്നുണ്ട്, ഹോട്ടലിൽ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ആരും ജാതിയോ മതവും തിരക്കാറില്ല. പക്ഷെ അതിന് ഹരിയേട്ടൻ്റെ മറുപടി, ഹോട്ടലിൽ ഭക്ഷണത്തോടു കൂടിയിട്ട് അവസാനിക്കുന്ന സമയത്ത് RSSൽ ഭക്ഷണം കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും ഒന്നിച്ചാണ്, അവർ ചിന്തിക്കുന്ന ഒന്നിച്ചാണ്. ഈ സവിശേഷത ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടാവില്ല. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നോക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാനത് ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദാഹരണം പറഞ്ഞാൽ, 12 പേരുള്ള പൊളിറ്റ് ബ്യൂറോയ്ക്കകത്ത് ഒരു സ്ത്രീയെ പൊളിറ്റ് ബ്യൂറോയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണ് കേട്ടോ. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സ്ത്രീയെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതാരെങ്കിലും ഭാര്യമാരായിരിക്കണം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്ന 1920 താഷ്കണ്ടിൽ വെച്ചിട്ടാണ്. ആ പാർട്ടിക്കകത്ത് ഒരാളെ മെമ്പറായിട്ട് എടുത്തു, ഒരു വനിത എടുത്തു, അത് MN റോയിയുടെ ഭാര്യയാണ്.
കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന റായുടെ ഭാര്യയാണ് അതിനകത്ത് ആദ്യത്തെ മെമ്പറായിട്ട് എടുക്കുന്നത്. രണ്ടാമത് ഇപ്പം ഇന്ത്യയിൽ വന്നല്ലോ. ഇന്ത്യയിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ പട്ടികജാതിക്കാരുണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ പിന്നാക്ക സമുദായക്കാരുണ്ടായിരുന്നില്ല. മറിച്ച് സംഘം നേതൃത്വം കൊടുക്കുന്ന പരിവാർ പ്രസ്ഥാനങ്ങൾ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ വേണ്ടിയിട്ട് പിന്നാക്ക സമുദായക്കാരന് യാതൊരു പ്രശ്നവുമില്ല. കാരണം സമുദായമല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം വരുന്നത് ആളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിവ് വേണം, ഈ നാടിനോട് കൂറുണ്ടാവണം, അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കണം, വ്യക്തമായിട്ടുള്ള സങ്കല്പങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ടാവണം. അങ്ങനെയുള്ള ഒരാർക്ക് വേണമെങ്കിലും, ഇപ്പം നരേന്ദ്രമോദിയുടെയും അമിത്ഷായും ഒന്നും വരേണ്യവർഗത്തിൽപ്പെട്ട ഒരിക്കലും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല, ബ്രാഹ്മണരായിരുന്നില്ല, അല്ല, എല്ലാവർക്കും അറിയാതെ. പക്ഷെ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായല്ലോ. ഒന്ന് കോൺഗ്രസിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചേ. കോൺഗ്രസിൻ്റെ 60 കൊല്ലക്കാലത്തെ ചരിത്രത്തിനിടയ്ക്ക് നെഹ്റു കുടുംബം കഴിഞ്ഞ് ഇടക്കാലത്ത് വന്നിരിക്കുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ള ആളുകളുടെ, ഞാൻ സമുദായം പറഞ്ഞ് അവരെ ആക്ഷേപിക്കില്ല, അവരടങ്ങുന്ന ഒരാൾ പോലും ഈ തരം പിന്നാക്ക പ്രസ്ഥാനങ്ങൾ പ്രതിനിധീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നാക്കക്കാർക്ക് ഇന്ത്യയിലെ ഭരണസാരഥ്യം വഹിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് അത് സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിച്ച പ്രസ്ഥാനം അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതുകൊണ്ടാണ് അതിൻ്റെ സർസംഘാലകനായിട്ടുള്ള മോഹൻ ഭാഗവത് പറയുന്നത്, RSSന്റെ അടുത്ത സർസംഘാലകൻ ആരും വേണമെങ്കിലും ആവാം, അയാളുടെ ജാതിയല്ല പ്രശ്നം. അത് ചിലപ്പോൾ ആണെങ്കിൽ പട്ടികജാതിക്കാരനാവാം, ചിലപ്പോൾ ആണെങ്കിൽ പിന്നാക്കക്കാരനാവാം, അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളാവാം. ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസിലേക്കുള്ള അതിൻ്റെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലും എത്ര പട്ടിക വർഗ വിഭാഗക്കാരുണ്ട്? എത്ര ആളുകളുണ്ട്? ഒന്ന് പേരൊന്ന് പറഞ്ഞു നോക്കിയേ. മറിച്ച് RSSന്റെ അഖില ഭാരതീയ ടീമിനകത്ത് പട്ടികവർഗക്കാരുണ്ട്, പിന്നാക്ക സമുദായക്കാരുണ്ട്. രാജ്യത്തിന്റെ പ്രസിഡന്റിനെ നിശ്ചയിച്ച BJP ആണല്ലോ. BJP ആണ്. ആ BJP തീരുമാനിച്ചടക്കം പട്ടികവർഗക്കാരാണ് തീരുമാനിച്ചത്. അതിന് മുമ്പ് പട്ടിക ജാതിക്കാരായിരുന്നു അതിന് മുമ്പ് ചുമതല വഹിച്ചത്. ഈ ജാതിയും മതവും ഒന്നുമല്ല പ്രശ്നം, ഇവിടെ കഴിവാണ് പ്രശ്നം, എഫിഷ്യൻസിയാണ് പ്രശ്നം. ആ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആള് ഏത് ജാതി മത വിഭാഗത്തിൽ നിന്ന് വന്നാലും, ഞാനിത് മതം എന്നുള്ള അടിവരയിട്ട് പറയാൻ കാരണം, APJ അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റാക്കാൻ സാധിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അതിനെ എതിർക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടായിരുന്നത്. മറിച്ച് RSSനെ സംബന്ധിച്ച് APJ അബ്ദുൽ കലാമിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സുണ്ടായിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ പ്രസ്ഥാനത്തിനകത്ത് ജാതി വേണ്ട, മതം വേണ്ട, മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആകെ ആവശ്യം ഈ നാടിനെ സ്നേഹിക്കാൻ വേണ്ടി സാധിക്കണം. നാടിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു കൈത്താങ്ങായിക്കൊണ്ട് അവരുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതായത് ജാതിയും മതവും അല്ല, ഭാരതീയനായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത. ഒരു സംശയക്കരുതലില്ല. നിങ്ങളുടെ ജാതിയല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ മതമല്ല തീരുമാനിക്കേണ്ടത്. വളരെ ഇപ്പം ഒന്ന് ആലോചിച്ചു നോക്ക്, ലോകത്തിൽ ആദ്യത്തെ ഗ്രന്ഥമായിരിക്കുന്ന രാമായണത്തിൻ്റെ കർത്താവാരാണ്? അത് ഭാരതീയ സങ്കല്പപ്രകാരം വാൽമീകിയാണ്. വാൽമീകി ബ്രാഹ്മണനല്ല എന്ന് മാത്രമല്ല, പട്ടികവർഗക്കാരനാണ്, വനവാസിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥം, രണ്ടാമത്തെ ഇതിഹാസം ഏതാ? മഹാഭാരതമാണ്. അത് വ്യാസനാണ് രചിച്ചത്. വ്യാസന്റെ സമുദായം ഏതാ? വ്യാസന്റെ മറ്റേ ഏതെങ്കിലും ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളാണോ? അല്ലല്ലോ. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ എടുത്തു നോക്ക്, തുഞ്ചത്തെഴുത്തച്ഛനാണ് രാമായണം എഴുതിയത്, OBC ആണ്. ഇപ്പൊ ഈ തരത്തിൽപ്പെട്ട OBC അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം ഈ തരം സങ്കല്പങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നതിൽ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കിയാൽ ജാതിമത സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ജോർജ് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞു, ജോർജ് ജോസഫ് സമരത്തിൽ പങ്കെടുക്കേണ്ടതിന് മാറ്റി നിർത്തുകയാണ്. ഇത് മഹാത്മാഗാന്ധിയാണ് ചെയ്യുന്നത്. അതിന് മഹാത്മാഗാന്ധി പറയുന്നൊരു കാരണം, ജോർജ് ജോസഫിന്റെ പ്രസ്ഥാനത്തിനകത്ത് ക്രൈസ്തവരിൽ ജാതിയുണ്ട്, അതുകൊണ്ട് താങ്കൾ പോയിട്ട് പരിഹരിക്കേണ്ടത് അവിടുത്തെ ജാതി പ്രശ്നമാണ് താങ്കൾ പരിഹരിക്കേണ്ടത് എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. ഇത് ജോർജ് ജോസഫിന് മഹാത്മജി പറയുന്നത്. ഇത് മഹാത്മജി തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. RSSന് വ്യക്തമാക്കിയായിട്ട് മനസ്സിലാക്കിയുള്ളത് മഹാത്മാഗാന്ധിയാണ്. RSSനോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ രാവിലെ ചൊല്ലുന്ന ഏകാത്മതാ സ്തോത്രത്തിനകത്ത് പ്രധാനപ്പെട്ട വരികളിലൊന്നാണ് തിലകോ ഗാന്ധിരാതൃത എന്ന് പറയുന്ന വാക്ക് വരാനുള്ള കാരണം. ഗാന്ധിയെ എല്ലാ
ദിവസം സ്മരിക്കുന്നവര് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. കോൺഗ്രസ്സുകാരൊക്കെ സ്മരിക്കുന്ന ഗാന്ധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് പുതിയ ഗാന്ധിയാണ്, ഇറ്റലിയിൽ ജനിച്ച ഗാന്ധിയാണ്, മറ്റു ചില വിദേശ പാരമ്പര്യങ്ങളുള്ള ഗാന്ധിയാണ്. അവർ കുടുംബത്തിൽ വ്യാജ ഗാന്ധിമാരെയാണ് അവര് ആദരിക്കുന്നുണ്ടെങ്കിൽ RSS ആദരിക്കുന്നത് സാക്ഷാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സങ്കല്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ഭാരതീയമായിരിക്കുന്ന സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, രാമരാജ്യം വരണമെന്നാഗ്രഹിക്കുന്ന മഹാത്മാഗാന്ധിയെ പൂവിട്ട് തൊഴുന്ന, സ്വന്തം പ്രവർത്തന പദ്ധതികളിൽ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാരമ്പര്യമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുള്ളത്. അതുകൊണ്ട് മോഹൻജി ഭാഗവത് പറഞ്ഞ പോലെ സംഘത്തിൻ്റെ സർസംഘാലകൻ ആരാണെന്നുള്ളൊരു ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അത് ചിലപ്പോൾ പട്ടികജാതിക്കാരനാവാം, അത് ചിലപ്പോൾ പട്ടികവർഗ്ഗക്കാരനാവാം, അത് വേണമെങ്കിൽ പിന്നാക്ക സമുദായക്കാരനാവാം. ഇതൊന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തെല്ല് പോലും ബാധിക്കില്ല എന്നുള്ള വസ്തുത ഇതിനെ വിമർശിക്കുന്നവരും ഇതിനെ ഭാവാത്മകമായ രീതിയിൽ സംഘത്തെ വീക്ഷിക്കുന്നവരും തിരിച്ചറിയുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.